അതിനോട് വെച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതെന്താ കാറ്റടിക്കാതെ ആടണ കാറ്റാടിയാ? ഇനി 2 ചേനയും 2 മത്തനും കൂടെ കിട്ടിയ എന്റെ പൊന്നമ്മയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള കോട്ടയായി. തീറ്റിപ്പൊണ്ടോരം. നേരെ ഒന്ന് ഇരട്ടിക്കോട്ടെ. ചേനയും മത്തനും കണ്ണം മാഷണ പറമ്പീന്ന് ഒപ്പിക്കാം. കേറുന്നുമില്ല. ഇനി എപ്പോഴാവും ഇരട്ടി കിട്ടുക? ഈശ്വര, അമ്മഞ്ഞപ്പിത്തം കണ്ടു എന്നാ തോന്നുന്നു. ഇനി ഈ നാട് മുഴുവൻ പാട്ടാക്കും. ഞാനിതാ വരുന്നേ. സോറി ലേഡീസ്. എന്താ വന്ന് വീണത്? എന്താ ഇത്? നിങ്ങൾ കുളിക്കുക? പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോ തന്റെ നീരാട്ട്? ഞാൻ നീരാടാൻ ഇറങ്ങിയതല്ല. മൂത്ത കൊല എടുത്ത് കുഴിയിലോട്ട്. അയ്യോ, ഒന്നും ചെയ്യലേ, പപ്പടം പൊടിഞ്ഞു പോകും. പപ്പടം നിന്റെ തന്ത. സ്വന്തം മോന്റെ തന്തയ്ക്ക് വിളിക്കാൻ നാണല്ലോ തന്ത. നിന്നെ ഞാൻ അയ്യോ ദാസേട്ട ഒന്ന് അടങ്ങ്. ദാസേട്ടനെ ഞങ്ങൾ കണ്ടപ്പോ ഓടി. കുറെ കാലമായല്ലോ നടന്നില്ലേ? അവാർഡ് കിട്ടി. അവാർഡോ? ആ, കർഷകശ്രീ അവാർഡ്. കർഷകശ്രീയോ? ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു മണ്ണിനെ പോലും കൈകൊണ്ട് തൊടാത്ത എനിക്ക് കർഷകശ്രീ അവാർഡോ? അയ്യേ, ദാസേട്ടനല്ല, ദേവേട്ടന്. എന്തായാലും ദേവന് കർഷകശ്രീ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് മുങ്ങിക്കുളിക്കാം. എന്താ? ഒന്നുമില്ല. ബിന്ദുവരുത്തി, ബിന്ദുവരുത്തി. എന്റെ ഈശ്വര, എന്താ ദേവേട്ടൻ? ദേവേട്ടൻ കർഷകശ്രീ. ഞാൻ അന്നേ പറഞ്ഞില്ല, ആ ചാത്തന്റെ മോള്. ഏതവന്റെ മോളായാലും ശരി, എന്റെ അനിയനെ പാട്ടിലാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ വെച്ചേക്കില്ലേ. അയ്യോ, എന്റെ ബിന്ദുവരുത്തി പെണ്ണും പെടക്കോഴൊന്നും അല്ല. പിന്നെ നമ്മുടെ ദേവേട്ടനെ കർഷകശ്രീ അവാർഡ് കിട്ടി. പൊന്നമ്മേ, താങ്ങിക്കോ. ഇത് സ്ഥിരമുള്ള അസുഖം. ഒരു കൈ സഹായിക്കും മക്കളെ, താങ്ങാൻ പറ്റുന്നില്ല മക്കളെ. കെട്ടിയെടുത്തോ? ഓ ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ നട്ടപ്പാരാറ് എവിടെയായിരുന്നു? പച്ചക്കറി വെച്ച് പിടിപ്പിക്കായിരുന്നു. എന്റെ വർത്തമാനം കേട്ടോ, നിന്റെ തന്ത അമിട്ട് തങ്കപ്പം നട്ടുണ്ടാക്കിയാണ് ഇതൊക്കെ. രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് കട്ടുമുടിച്ച് ഓരോന്ന് തൊള്ളക്കെറ്റം കൊണ്ടുവരുമ്പോ നീ എന്റെ മെക്കിട്ടോടെ ഭൂതന്നെ. ഓ, നട്ടപ്പാരാക്കി വില്ലടിച്ചാൻ പാട്ട് നിൽക്കാതെ എന്തെങ്കിലും നക്കി വെച്ച് കിടക്കാൻ നോക്കും മനുഷ്യ. ഓ, നീ എന്റെ കിടത്തും നീ എടേ ചവല പിശാചേ. രാവിലെ പുഴുങ്ങി തിന്നെ ഒരു കർഷകന്റെ വേദന. നല്ലൊരു കൊല തരാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, സമ്മതിച്ചു. എത്ര വെറൈറ്റി കൊല കിട്ടിയാലും നീ തൃപ്തിപ്പെടില്ല എന്നുള്ള എനിക്കറിയാം. നിന്റെ ആദ്യ ഭർത്താവ് ചെട്ടിയാർ ഒരു ഫ്രീ കുട്ടിയടക്കം നിന്നെ എന്റെ തലയിൽ കെട്ടി വെച്ച് അന്ന് തുടങ്ങി എന്റെ പവന. എന്നെ കൊണ്ട് പറയാനുള്ള മുഴുവൻ പറഞ്ഞു കിടന്നാ മതി. റബ്ബർ പോലെ പൊതുതാന്നിരിക്കുന്ന നിന്നെ എങ്ങനെ ചവിട്ടിക്കൊള്ളാനാടി? എടാ തന്തേ, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞങ്ങൾ പിള്ളേർ കിടന്ന് ഉറങ്ങണം. എടീ, ആ പാഴ്വളച്ചൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്പൊ എനിക്ക് ഉറപ്പായി അവനെ എണ്ണ ചെട്ടിയാരുടെ മോൻ തല്ലേ. ഇപ്പോഴാണ് മനസ്സിലായത്. എന്റെ കൈ കൊണ്ട് ദിവസം ഒന്ന് കെട്ടിയാലേ ഉറങ്ങുള്ളൂ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? പൊന്നേ